ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ഭക്ഷണത്തെ ചൊല്ലി വലിയ തർക്കം നടന്നു. സാബുമാന് രണ്ടാമത് ഭക്ഷണം നൽകാൻ അനുമോൾ വിസമ്മതിച്ചതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഇതിനെ ചൊല്ലി ആദിലയും നൂറയും അനുമോളുമായി ശക്തമായി ഏറ്റുമുട്ടുന്നുണ്ട്. ഇത്തവണ ഏറ്റവും കൂടുതൽ വഴക്ക് രൂപപ്പെട്ടിട്ടുള്ളതും അടുക്കളയിൽ വെച്ച് ഭക്ഷണത്തിന്റെ കാര്യത്തിലാണ്. ആഹാരം വിളമ്പുന്നതിൽ തുടങ്ങിയ വഴക്ക് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് വഴിമാറുന്ന കാഴ്ചയാണ് ഹൗസിൽ കാണാറുള്ളത്. ആഹാരം വിളമ്പുന്നതിൽ തുടങ്ങിയ വഴക്ക് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്കാണ് വഴിമാറിയത്. ചെറുപയർ തോരൻ സാബുമാൻ രണ്ടാമത് ചോദിക്കുന്നത് അനുമോൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുകയും തുടർന്ന് ആദിൽ അതിനെ ചോദ്യം ചെയ്യുകയുമാണ് ആദ്യം ചെയ്തത്. അനീഷ് മാത്രമാണ് അനുവിനെ പിന്തുണച്ച് രംഗത്തെത്തിയത്. ബാക്കി മത്സരാർത്ഥികളെല്ലാം തന്നെ അനുവിൻ്റെ ഇത്തരമൊരു നടപടിയെ വലിയ രീതിയിൽ വിമർശിക്കുകയുണ്ടായി. ഭക്ഷണം തുല്യമായി വീതിച്ച് നൽകണമെന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ ഇത് അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത അനുമോൾ കിച്ചണിൽ നിന്നും ഇറങ്ങിപ്പോവുകയും കരയുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് ആഹാരം ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ അത് വിളമ്പാനും അറിയാമെന്ന് അനുമോൾ പറയുന്നു. ആദില ആഹാരം വിളമ്പി കൊടുക്കാനായിട്ടെത്തുമ്പോൾ അനുമോൾ തടയുന്നു. പാത്രം പിടിച്ചു വാങ്ങുകയും ചെയ്യുന്നുണ്ട്. കിച്ചൺ ടീമിലെ അംഗം തന്നെയാണ് ആദില. എന്നിട്ടും അനുമോൾ ആദില ആഹാരം വിളമ്പാൻ സമ്മതിക്കുന്നില്ല. നൂറയും ആദിലയും അനുമോളെ ചോദ്യം ചെയ്യുകയും വലിയ രീതിയിലുള്ള വാക്കുതർക്കത്തിലേക്ക് ഇത് മാറുകയും ചെയ്യുന്നു. നിന്റെ അടിമകളായി നിൽക്കുന്ന കൂട്ടുകാർ മാത്രമാണ് നിനക്കുള്ളതെന്നാണ് ആദില പറയുന്നത്. എന്തായാലും ഹൗസിൽ കൂട്ടായി നടന്ന 3 പേരും ഇപ്പോൾ തർക്കത്തിലാണ്. അനുമോളുടെ സൈഡ് പിടിക്കാൻ അനീഷ് മാത്രമേ ഹൗസിലുള്ളൂ. മുൻപത്തെ എപ്പിസോഡുകളിലൊക്കെ അനുമോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കുറ്റങ്ങളെല്ലാം ഇപ്പോൾ അനുമോൾ ചെയ്യുന്നുണ്ടെന്നാണ് ഹൗസിലെ അംഗങ്ങൾ പറയുന്നത്. എല്ലാവരും വിരൽ ചൂണ്ടുന്നത് അനുമോളെ തന്നെയാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത് അനുമോൾ കരച്ചിൽ കാർഡ് എടുക്കുന്നതും ഒരു പ്രശ്നം തന്നെയാണ്. എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞൊക്കെ അനുമോൾ കരയുന്നുമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കാണാം ഹൗസിൽ എന്തൊക്കെ നടക്കുമെന്നും ആരൊക്കെ ഹൗസിൽ നിന്ന് പുറത്തു പോകുമെന്നും.